ഇതെന്ത് ഭാവിച്ചാനൊക്കെ? ഇപ്പൊ അഖിലേക്കാൾ എന്നെ വേദനിപ്പിച്ച നീയാ. ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു. അതിലെന്താ തെറ്റ്? തെറ്റു മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം എന്റെ സ്വപ്നം. അതിനു മുൻപ് അമൃതേച്ചിയുടെ കല്യാണമാണ് എന്റെ ആഗ്രഹം. അത് നടക്കില്ല. എന്നുവെച്ച് നിന്റെ കല്യാണം മുടക്കുന്ന എന്തിനാ? എനിക്ക് ധൃതിയൊന്നുമില്ല. വിവേകിനോട് ഞാൻ പറഞ്ഞോളാം. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് മതി എനിക്ക്. അല്ലെങ്കിൽ ഒരുമിച്ച് നടത്തണം. ഇങ്ങനെ കുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ. ആകാശിന്റെ കൂടെ ജീവിക്കാൻ ആശിച്ചിരിക്കാക്കില്ല. അവളോട് കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അവളുടെ കല്യാണം നിശ്ചയിച്ച ദിവസം തന്നെ നടക്കും. അത് പറ്റില്ല അനഘേ. നമ്മളുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കുന്നതിന് മുമ്പ് അവളുടെ കല്യാണം നടത്തിയ അത് പേരുദോഷാവും. മാമനും അച്ഛനും അത് സമ്മതിക്കേയില്ല. പിന്നെ പഞ്ചരത്നങ്ങൾക്ക് കല്യാണമേ നടക്കില്ല എന്ന് നാട്ടുകാർ പരദൂഷണവും പറയും. അഭിയുടെ അനിയത്തിയുടെ കല്യാണം 2 വർഷത്തിനുള്ളിൽ നടക്കും. അത് കഴിഞ്ഞേ ചേച്ചിയുടെ കല്യാണം ഉണ്ടാവുമെന്ന് എല്ലാരോടും പറഞ്ഞാൽ മതി. അതൊന്നും ശരിയാവില്ല. അതേ ശരിയാവും. അമൃതേച്ചി പറയുന്നത് മോൾ അനുസരിക്കണം. എതിർപ്പൊന്നും പറയരുത്. 2 പേരുടെയും കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടത്തും. ദേ, എല്ലാരും കല്യാണം മുടങ്ങിന്നോർത്ത് വിഷമിച്ചിരിക്കുക. ആ സങ്കടം മാറ്റാൻ എന്റെ മോക്കേ കഴിയൂ. വാ, കല്യാണത്തിന് സമ്മതമാണെന്ന് എല്ലാരോടും പറയേ. അഖിലയ്ക്കും സമാധാനമാവട്ടെ. വാ, ചേച്ചിയല്ലേ വിളിക്കുന്നേ. വന്ന് സമ്മതമാണെന്ന് പറ. എല്ലാവർക്കും സന്തോഷാവട്ടെ. ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുക കൃഷ്ണ. അഭിമന്യുലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം. അവന്റെ അമ്മയും അനിയത്തിക്കൊച്ചുമൊക്കെ പാവങ്ങളന്നേ. അവനാ അമൃതയോട് ആദ്യം ഇഷ്ടം പറയുന്നതും എന്നിട്ടിപ്പോ വേണ്ടെന്ന് പറയുന്നതും അവൻ തന്നെ. കുട്ടികളുടെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ സാറേ. എല്ലാം ശരിയാവുമെന്നങ്ങ് വിശ്വസിക്കുക. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണ, ആകെ ഒരു പ്രതിസന്ധിയിലായി. അനഘ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇനി വിവേകിനോട് എന്താ പറയാ? പെട്ടെന്ന് ഇതൊന്നും പറയണ്ട സാർ. എല്ലാവരും ഒന്നുകൂടി നിർബന്ധിച്ചാ ചിലപ്പോ മോളങ്ങ് സമ്മതിക്കും. നിർബന്ധിക്കൊന്നും വേണ്ട. ഇവളെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ഇവള് സമ്മതിച്ചു. മോളെ, നേരാണോ? ഒന്ന് പറ, അച്ഛനൊന്ന് സമാധാനിക്കാനാ. ഞാൻ സമ്മതിക്കാം. അമൃതേച്ചി ആവശ്യപ്പെട്ട അതിനപ്പുറം പോവില്ല ഞാൻ. പക്ഷേ അമൃതേച്ചിയുടെ മനസ്സ് നീറുന്നുണ്ടാവില്ലേ? അഭിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടം അമൃതേച്ചിക്ക്. അതൊക്കെ നമുക്ക് അവനെ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കാം. അമൃതയുടെ കല്യാണവും നടക്കും മോളെ. അഖിലയോടും ആരാധ്യയോടും പറഞ്ഞോ? പറഞ്ഞു. ഇപ്പൊ എന്റെ മോൾക്ക് സമാധാനമായല്ലോ. ഇനി നിന്റെ കല്യാണത്തിന് മുടക്കമൊന്നും വരില്ലല്ലോ, അല്ലേ? എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് അഖിലേച്ചിയുടെ കല്യാണം മുടക്കുമെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ആ സംശയം മാറിയല്ലോ. അല്ലെങ്കിലും ഇവള് പറയുന്നത് ആരാ കാര്യമാക്കുന്നെ? വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയും. എന്താ പറയുന്നതെന്ന് അവക്ക് തന്നെ അറിയില്ല. ഇക്കാലം അത്രയും മക്കൾ 5 പേരും 5ആയിട്ടല്ല, ഒന്നായിട്ടാ വളർന്നത്. ആരും ആശ്രയം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാ ചെറിയ പിണക്കങ്ങൾ തുടങ്ങിയത്. അല്ല, അച്ഛൻ
ഞാനിങ്ങോട്ട് വന്നതാണോ കാരണം? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.